ഉയർന്ന വോളറ്റിലിറ്റി പ്രകടമായിട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഫ്ളാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 21 പോയിന്റ് ഉയർന്ന് 24,887 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിലും ഓട്ടോ, എനർജി സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതോടുകൂടി മാർക്കറ്റ് റെക്കോർഡ് ഹൈയിലേക്കെത്തി. അതിനുശേഷം റെക്കോർഡ് ഹൈയിൽ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് 100 പോയിന്റോളം ഇടിഞ്ഞ് 24,887 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. US ഫെഡറൽ റിസർവ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഓഫ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് വരാനിരിക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നും വന്ന ഒരു കോഷ്യസ് അപ്രോച്ചാണ് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായതിന് പിന്നിലെ പ്രധാന കാരണം. നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹയർ ലെവലിലെ പ്രോഫിറ്റ് ബുക്കിംഗിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലോങ് അപ്പർ ഷാഡോയും ചെറിയ ബോഡിയുമുള്ള ഒരു കാൻഡിലാണ് ഡെയിലി കാൻഡിൽ പാറ്റേണിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇന്ന് ടാറ്റ മോട്ടോഴ്സ്, NTPC, BPCL, പവർ ഗ്രിഡ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ബൈങ് മൊമെന്റം. ടാറ്റ മോട്ടോഴ്സ് 3.38, NTPC 3.24, BPCL 3%, പവർ ഗ്രിഡ് 2% ഉയർന്നു. ബ്രോഡർ ഇൻഡിസസ് നമ്മൾ പരിശോധിച്ചാൽ നിഫ്റ്റി സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.86%, മിഡ് ക്യാപ് ഇൻഡെക്സ് 0.45%മാണ് ഉയർന്നത്. സെക്ടോറിയൽ ഇൻഡിസസിൽ കൺസ്യൂമർ ഡ്യൂറബിൾ സെഗ്മെന്റിൽ 1.12% റാലി, മീഡിയയിൽ 0.6%, നിഫ്റ്റി ആട്ടോയിൽ 0.5% റാലി കാണാൻ സാധിച്ചു. എന്നാൽ FMCG, ഹെൽത്ത് കെയർ, ഫാർമ തുടങ്ങിയ ഇൻഡിസസുകൾ നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. ഇന്നത്തെ ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച IT ആൻഡ് ടെക്നോളജി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് KPIT ടെക്നോളജി. KPIT ടെക്നോളജി 2% ഉയർന്ന് 1,837 ക്ലോസിംഗ് നൽകി. 49,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 75.47, ഡിവിഡന്റ് ഈൽഡ് 0.38%, 52 വീക്ക് ഹൈ 1928, 52 വീക്കിലോ 1038. KPIT ടെക്നോളജി എന്ന സ്റ്റോക്കിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണവും KPIT ടെക്നോളജിക്ക് ബ്രോക്കേഴ്സ് നൽകിയ ടാർഗറ്റുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. KPIT ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 52.4% വർദ്ധിച്ച് 204 കോടിയായി ഉയർന്നിരുന്നു. കൂടാതെ റവന്യൂ 24.3% വർദ്ധിച്ച് 1097 കോടിയിൽ നിന്നും 1364 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഓപ്പറേറ്റിംഗ് മാർജിൻ 17.3% വളർന്നു. കമ്പനിയുടെ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ $202 മില്യൺ രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ മികച്ച ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ KPIT ടെക്നോളജി എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 1940 രൂപയുടെ ടാർഗറ്റുമാണ് ഫിലിപ്പ് ക്യാപിറ്റൽ എന്ന ബ്രോക്കേജ് ഏജൻസി നൽകിയിരിക്കുന്നത്. KPIT ടെക്നോളജി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 225%, 2 വർഷം കൊണ്ട് ഏകദേശം 505%, 3 വർഷം കൊണ്ട് 2080% റിട്ടേൺ ജനറേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. മികച്ച ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ 1750 രൂപയ്ക്ക് മുകളിൽ ബ്രേക്കൌട്ട് നൽകിയ KPIT ടെക്നോളജി എന്ന സ്റ്റോക്ക് എക്സ്പെൻസീവ് വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാരോപിച്ച് ചില ബ്രോക്കേജ് ഏജൻസികൾ KPIT ടെക്നോളജിക്ക് സെൽ എന്ന റേറ്റിംഗും ഏകദേശം 40% ഡൗൺ സൈഡിൽ, അതായത് 1150 രൂപയുടെ ടാർഗറ്റ് നൽകിയിരുന്നു. KPIT ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 52.4% വർദ്ധിച്ച് 204 കോടിയായി മാറി. കമ്പനിയുടെ റവന്യൂ 24.3% വർദ്ധിച്ച് 1097 കോടിയിൽ നിന്നും 1364 കോടിയായി ഉയരുകയും ഏകദേശം $202 മില്യൺ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ കമ്പനിക്ക് ഈ ക്വാർട്ടറിൽ ലഭിക്കുകയും ചെയ്തു. കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൽ എന്ന റേറ്റിംഗ് നൽകിയെങ്കിലും മറ്റ് പല ബ്രോക്കേജ് ഏജൻസികളും KPIT ടെക്നോളജിക്ക് ബൈ എന്ന റേറ്റിംഗാണ് നൽകിയിരിക്കുന്നത്. ഫിലിപ്പ് ക്യാപിറ്റൽ ബൈ എന്ന റേറ്റിംഗും 2210 രൂപയുടെ ടാർഗറ്റ് നൽകി. മുമ്പ് 1940 രൂപയുടെ ടാർഗറ്റ് ആയിരുന്നു നൽകിയത്. ഫിലിപ്പ് ക്യാപിറ്റൽ ടാർഗറ്റ് പ്രൈസിനെ ഉയർത്തിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ടറിൽ കോമ്പറ്റീഷൻ ഉയരുകയാണെങ്കിലും KPIT ടെക്നോളജി എന്ന കമ്പനിക്ക് സ്ട്രോങ് കേപ്പബിലിറ്റീസും സ്ട്രോങ് റിലേഷൻസും ഉണ്ട്. 10 ടോപ്പ് OEM കമ്പനികളിൽ 7 OEM കമ്പനികളും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടിയും ADS, ഓട്ടോണോമസ് തുടങ്ങിയ സർവീസ് ഡെവലപ്മെന്റുകൾക്ക് വേണ്ടിയും KPIT ടെക്നോളജി എന്ന കമ്പനിയെയാണ് ആശ്രയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് മൊബിലിറ്റി, ഇൻഫോർടൈൻമെന്റ് തുടങ്ങിയ സെക്ടറിലും കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. 12 മുതൽ 14% CAGR കൂടിയുള്ള വളർച്ചയാണ് KPIT ടെക്നോളജിയിൽ നിന്നും ഫിലിപ്പ് ക്യാപിറ്റൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്സ് ക്യാപിറ്റൽ ടാർഗറ്റ് 1940 നിന്നും 2210 ഉയർത്തിയിരിക്കുന്നത്. KPIT ടെക്നോളജിക്ക് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൽ എന്ന റേറ്റിംഗും 1150 രൂപയുടെ ടാർഗറ്റ് നൽകിയിരുന്നു. വരും സമയങ്ങളിൽ ഓട്ടോമോട്ടീവ് സെക്ടറിൽ വളരെ വലിയ ഡിമാൻഡ് ക്രൈസിസും പ്രോഫിറ്റബിലിറ്റിയിൽ പ്രഷറും വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓട്ടോമൊബൈൽ ക്ലയന്റുകളിൽ നിന്നും KPIT ടെക്നോളജിയുടെ റവന്യൂ ഇടിയും എന്നാണ്
കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന്റെ റിസർച്ച് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. 2025-27 ഫിനാൻഷ്യൽ ഇയറിൽ ഏണിംഗ് പെർ ഷെയറിൽ 1 മുതൽ 4% ഇടിവുണ്ടാകുമെന്ന് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറഞ്ഞിരുന്നു. അതേസമയം KPIT ടെക്നോളജിയുടെ ഗ്രോത്ത് മൊമെന്റം സസ്റ്റെയിൻ ആകുമെന്നും ഹോണ്ട എന്ന കമ്പനിയുമായിട്ടുള്ള ഡീൽ വഴി ഈ കമ്പനിയുടെ റവന്യൂവിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 13% വളർച്ച വരാൻ സാധ്യതയുണ്ടെന്നും കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന്റെ റിസർച്ച് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നു. JM ഫിനാൻഷ്യലും KPIT ടെക്നോളജി എന്ന സ്റ്റോക്കിന് 2140 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 18 മുതൽ 22% CAGR-ഓടുകൂടിയുള്ള റവന്യൂ ഗ്രോത്ത് ഉറപ്പാക്കുന്നതിന് കറന്റ് ഓർഡർ ബുക്ക് സഫീഷ്യന്റ് ആണെന്നാണ് JM ഫിനാൻഷ്യലിന്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ചോയ്സ് ബ്രോക്കേജ് ഏജൻസിയും KPIT ടെക്നോളജിക്ക് 1980 രൂപയുടെ ടാർഗറ്റും ബൈ എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട്. ഇവിടെ ബൈ എന്ന റേറ്റിംഗ് നൽകാനുള്ള പ്രധാന കാരണം കമ്പനിയുടെ സ്ട്രോങ് ഗ്രോത്ത് മൊമെന്റവും വരും സമയങ്ങളിൽ ഔട്ട് പെർഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റിയുമാണ്. ആക്സിസ് സെക്യൂരിറ്റീസ് സ്റ്റോക്കിന്റെ ടാർഗറ്റ് 1750 നിന്നും 2150 ഉയർത്തിയിട്ടുണ്ട്. ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ ഉയർന്നതും സ്ട്രോങ് ഡീൽ പൈപ്പ് ലൈനും എൻഹാൻസ് ക്ലയന്റ് എൻഗേജ്മെന്റുമാണ് ആക്സിസ് സെക്യൂരിറ്റീസ് KPIT ടെക്നോളജിക്ക് ബൈ എന്ന റേറ്റിംഗും 2150 രൂപയുടെ ടാർഗറ്റ് നൽകാനുള്ള പ്രധാന കാരണം. ഓവറാൾ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളുടെയും ടാർഗറ്റ് നമ്മൾ പരിശോധിച്ചാൽ 1950-നും 2100-നും ഇടയിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ടെക്നിക്കലി 1750 എന്ന ലെവലിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം 1750-ന് സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയും ഇന്ന് 1837-നടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 1925 എന്ന റെസിസ്റ്റൻസ് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2000, 2100 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. 1730 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് KPIT ടെക്നോളജി പോലുള്ള സ്റ്റോക്കുകളിൽ വെക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.